ചക്ക കൊണ്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി. ഈവനിങ് സ്നാക്കായിട്ടും ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഒക്കെ ഇത് കഴിക്കാവുന്നതാണ്. അത്രയ്ക്ക് ടേസ്റ്റാണിത്. ചക്കയുടെ സീസൺ ആയിട്ടില്ലെങ്കിലും എനിക്ക് ഒരു പീസ് കിട്ടിയതാണ്. നല്ല ടേസ്റ്റോടുകൂടി ഈ ചക്ക കിട്ടുന്ന സമയത്ത് നിങ്ങളിതുണ്ടാക്കി നോക്കണം. ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചക്ക കൊണ്ടുള്ള ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോയിലൊന്ന് കണ്ടു നോക്കാം. ചക്ക കൊണ്ട് ഒരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കിയെടുക്കുന്നതിന് ഞാൻ 4 കപ്പ് ചക്കപ്പഴം അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. നമുക്ക് ഈ ചക്കപ്പഴം ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. കുറേശ്ശെ അടിച്ചെടുക്കാം. ഞാൻ 1 കപ്പ് വെള്ളം ആദ്യം ഒഴിക്കുകയാണ്. മുഴുവൻ ചക്കയും നമുക്കിതുപോലെ ഒന്ന് അടിച്ചു പാത്രത്തിലേക്ക് എടുക്കാം. ആ ചക്കപ്പഴം മുഴുവൻ നമ്മൾ 1 കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് ഒട്ടും തരിയില്ലാതെ അടിച്ചെടുത്തു. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് ആ സെയിം മിക്സിയിൽ നമുക്കൊരു 3 കപ്പ് തേങ്ങയും കൂടെ അടിച്ചെടുക്കാം. കുറേശ്ശെയിട്ട് നമുക്ക് അടിച്ചെടുക്കാം. ഇതിനും 1 കപ്പ് വെള്ളം എടുക്കാം. 3 കപ്പ് തേങ്ങയും നന്നായിട്ട് അരച്ചെടുത്തു. ഇത് നമുക്ക് ആ ചക്ക അരച്ചെടുത്തതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. മിക്സി ചെറുതായതുകൊണ്ടാണ് നമ്മളെല്ലാം കൂടെ ഒന്നിച്ചിട്ട് അരക്കുകയാണ് ചെയ്യുന്നത്. 1 കപ്പൊക്കെ ആണെങ്കിൽ അത് എളുപ്പമാണ്. ഇതിപ്പോൾ 3 കപ്പൊക്കെ എടുക്കുമ്പം 2 തവണയായിട്ട് അടിച്ചു കൊടുക്കണം. വീണ്ടും ആ സെയിം മിക്സിയിൽ 1.5 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ചെറു ജീരകമാണേ. 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഇതും അടിച്ചെടുക്കാം. പഞ്ചസാരയും ജീരകവും എല്ലാം കൂടെ അടിച്ചതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് തേങ്ങയുടെ അളവ് പോലെ തന്നെ 3 കപ്പ് ഗോതമ്പ് പൊടിയും കൂടി എടുക്കാം. നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലൊരു ദോശമാവിൻ്റെ ബാറ്റർ പോലെ കലക്കിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടെല്ലാം കൂടെ തവി കൊണ്ട് ഇളക്കി ഒന്നും കൂടെ ഇതെല്ലാം കൂടെ അടിച്ചാലും ഗോതമ്പ് പൊടി ഇട്ട് അടിച്ചാലും നല്ലതാണ്. ഒട്ടും കട്ട കാണരുത്. നോക്കിയേ, ദോശമാവിൻ്റെ പരുവത്തിൽ നമ്മളെടുത്തു. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ മാവ് ഈ രീതിയിൽ വരുന്നതിന് നമ്മൾ 5 കപ്പ് വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ചക്ക അടിച്ചെടുക്കുന്നതിനും പഞ്ചസാര അടിച്ചെടുക്കുന്നതിനും തേങ്ങയൊക്കെ കൂടെ എടുത്തതിന് 5 കപ്പ് വെള്ളമാണ് നമ്മൾ ഒഴിച്ചത്. ഈ പരുവത്തിൽ നമുക്ക് മാവ് കിട്ടുകയും വേണം. ബാറ്റർ നന്നായിട്ട് നമ്മൾ നെയ്യും എല്ലാം കൂടെ ചേർത്ത് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കാം. ഈ പാത്രത്തിൽ നെയ്യൊക്കെ തടവി വെച്ചിരിക്കുകയാണ്. ഒത്തിരി കനത്തിൽ നമ്മൾ ഉണ്ടാക്കുന്നില്ല. കുറേശ്ശെ ഒഴിച്ച് ഈ കനത്തിൽ നമ്മൾ ഒഴിക്കുന്നുള്ളൂ. നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതുപോലുള്ള ചെറിയ ചെറിയ വട്ടയപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത് നമുക്ക് സ്റ്റീമറിൽ വെച്ച് ആവി കയറ്റാം. സ്റ്റീമറിൽ വെച്ചിട്ടുണ്ട്. നമുക്കൊരടപ്പ് കൊണ്ട് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. വെന്തോന്നൊന്ന് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കത് മാറ്റിയിട്ട് ബാക്കിയുള്ളതെല്ലാം നമുക്കിങ്ങനെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. നമ്മൾ ആ അപ്പം എല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഒരെണ്ണം ഒന്ന് കട്ട് ചെയ്യാം. നല്ല സോഫ്റ്റായിട്ടുള്ള ചക്ക കൊണ്ടുള്ള പലഹാരമാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ബ്രേക്ക്ഫാസ്റ്റായിട്ടും കഴിക്കാം, ഈവനിങ് സ്നാക്കായിട്ടും ഒക്കെ കഴിക്കാവുന്നതാണ്.
നല്ല സോഫ്റ്റായിട്ടുള്ള കിണ്ണത്തപ്പം പോലെയുള്ള ചക്ക അപ്പമാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇത് നല്ല ടേസ്റ്റാണ്. അരിപ്പൊടി കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നല്ല വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ.